പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും എല്ലാം ഒരു ശക്തിയുടെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ നിമിഷമായി മാറുവാൻ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നല്ല ബോധ്യങ്ങൾ ലഭിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, വചനം ശ്രവിക്കുവാനും വചനം സ്വീകരിക്കുവാനും വചനത്തിലൂടെ സൗഖ്യം പ്രാപിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട മനസ്സിൻ്റെ 4 മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം, അതായത് തൃശ്ശൂർ മണ്ണോത്തി കാർഷിക സർവകലാശാല ഒരു നീണ്ട ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ഇനം തെങ്ങിൻ തൈ രൂപപ്പെടുത്തിയെടുത്തു. ഇതിൻ്റെ പ്രത്യേകത മറ്റ് തൈകളേക്കാളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 18 മാസം എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ നല്ല കായ്ഫലം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ല പരസ്യം കൊടുത്തു, നല്ല ഡിമാൻഡാണ്. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷത്തിനുള്ളിൽ നല്ല കായ്ഫലം വായിക്കും. തെങ്ങിൻ്റെ കൊലയിൽ നിറച്ചും തേങ്ങകളുണ്ടാവും. ഇങ്ങനെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പരസ്യം കൊടുത്തപ്പോൾ ഇതറിഞ്ഞ ഒരു കർഷകൻ ഇവരുടെ അടുക്കൽ ചെന്നു. ഈ തെങ്ങിൻ തൈയുടെ ഗുണഗണത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് വിവരിച്ച് പറഞ്ഞു. അപ്പോൾ ആ കർഷകന് ഇതിനോട് വളരെ ആഗ്രഹമായി. അയാൾ 10 തെങ്ങിൻ തൈ വാങ്ങിച്ചുകൊണ്ട് പോയി അയാളുടെ പറമ്പിൽ ഏറ്റവും നല്ല സ്ഥലത്ത് ഈ 10 തെങ്ങിൻ തൈകൾ വെച്ചിട്ട് അയാൾ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് വളർത്തി. ഇപ്പം 1.5 വർഷം കഴിഞ്ഞു, പക്ഷേ തേങ്ങ ഉണ്ടായി തുടങ്ങിയില്ല. വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞു, ഒരു മാറ്റവും. വളർന്നുന്നുണ്ട്, പക്ഷേ തേങ്ങ ഉണ്ടാകുന്നില്ല. വീണ്ടും ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞു. അപ്പോൾ 1.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ തെങ്ങിൻ തൈ ഇപ്പോൾ 3 വർഷമായി. എന്നിട്ട് കായ്ച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള കായൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് തെങ്ങിൻ തൈ വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ സർവകലാശാലയിൽ ഇതിൻ്റെ പഠനം നടത്തി ആ വ്യക്തികൾ പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം തോന്നി. ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സർവകലാശാലയിൽ ഈ തെങ്ങിൻ തൈ വിറ്റ സ്ഥലത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 3 വർഷം മുമ്പ് ഇവിടെ നിന്ന് പുതുതായിട്ട് രൂപപ്പെടുത്തിയെടുത്ത ആ തെങ്ങിൻ തൈ 10 എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയി. നിങ്ങൾ എനിക്ക് ഉറപ്പ് പറഞ്ഞത് 1.5 വർഷത്തിനുള്ളിൽ തെങ്ങിൻ തൈ കായ്ക്കുമെന്നാണ്. പക്ഷേ ഞാനിപ്പോൾ 3 വർഷം കാത്തിരുന്നു. പറഞ്ഞതിൻ്റെ ഇരട്ടിയായിട്ടും തെങ്ങ് ചൊട്ടിയിട്ടിട്ടുണ്ട്, പക്ഷേ ചെറിയ രീതിയിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കായ്ഫലമൊന്നും തെങ്ങിന് കാണാനില്ല. ഇപ്പം ഈ കർഷകനോട് അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തെങ്ങിൻ തൈ നട്ട സ്ഥലത്തിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾ ആ തെങ്ങ് നട്ട സ്ഥലത്തേക്ക് വരാം. അവിടുന്ന് നട്ട ആ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തുകൊണ്ട് വരണം. ഇപ്പം ഇവരുടെ പണിക്കാർ പോയി ചേട്ടൻ നട്ടതായ ആ തെങ്ങ് കണ്ടു. പക്ഷേ ചേട്ടൻ പറഞ്ഞു, ശരിയാണ്, 1.5 വർഷത്തിനുള്ളിൽ നല്ല കായ്ഫലം ഉണ്ടാകേണ്ടത് ഇപ്പം 3 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ കായ്ഫലമൊന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്നുള്ള മണ്ണ് എടുത്തുകൊണ്ട് പോയി ഈ കാർഷിക ഗവേഷണശാലയിൽ ഈ മണ്ണ് പരിശോധിക്കുന്ന സ്ഥലത്ത് മണ്ണ് പരിശോധിച്ചപ്പോൾ അവരുടെ തെങ്ങിൻ തൈ നല്ല തെങ്ങിൻ തൈയാണ്. പക്ഷേ നന്നായിട്ട് ഈ കർഷകൻ ഇതിന് നോക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആ തെങ്ങ് നട്ടതായ സ്ഥലത്തിന്, ആ സ്ഥലത്തിലെ മണ്ണിന് പല വിധത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള
മണ്ണല്ല, ആ മണ്ണിലെ പല വിധത്തിൽ ഈ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തുന്നതായ ഗണങ്ങൾ, ധാതുഗണങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഘടകങ്ങൾ വേണ്ട അതിനകത്തില്ല. അപ്പം മണ്ണിൻ്റെ പ്രശ്നമാണ്. തെങ്ങിൻ തൈ നല്ല ഗുണമാണെങ്കിലും കാര്യമായ കായ്ഫലം ഉണ്ടാകാത്തതിൻ്റെയും കൃത്യസമയത്ത് കായ്ക്കാത്തതിൻ്റെല്ലാം കാരണം എന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പം കർഷകരോട് പറഞ്ഞു, ഞങ്ങളുടെ തെങ്ങിൻ തൈയുടെ കുഴപ്പമല്ല, താങ്കളുടെ ആ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്. ആ സ്ഥലം ഈ തെങ്ങിൻ തൈ ഇതിൻ്റെ ഗുണത്തിനനുസരിച്ച് ഫലപ്പുറപ്പെടുവിക്കുവാനായിട്ട് പറ്റിയതായ മണ്ണല്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു വിതക്കാരൻ്റെ ഉപമ, അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ ആ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു, 8-ാമത്തെ വചനത്തിൽ, ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ വിത്തുകൾ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിച്ചു. ഇത് കേട്ടെ, നല്ല നിലത്ത് വീണതായ വിത്തുകൾ എല്ലാം 100 മേനി ഫലം പുറപ്പെടുവിച്ചില്ല. നല്ല നിലത്ത് വീണതായ വിത്തുകളിൽ ചിലത് 60-ഉം ചിലത് 30-ഉം എന്ന് പറഞ്ഞാൽ നല്ല നിലത്ത് വീണിട്ട് പോലും അതിൻ്റെ ഫലം വന്നപ്പോഴേക്കും, നെല്ല് കൊയ്യാനായിട്ട് വന്നപ്പോഴേക്കും 30 മേനിയെ കിട്ടിയുള്ളൂ. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നെൽവിത്തിൻ്റെ കുഴപ്പമല്ല, ആ വീണതായ മണ്ണിൻ്റെ കുഴപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്, അതായത് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു അധ്യാപകൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഒരു വിഷയം ഒരേപോലെ പഠിപ്പിക്കുന്നു. അതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാകുന്ന വിധത്തിൽ, ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ ക്ലാസ്സിലെ കുട്ടികളിൽ ആ വിഷയത്തിന് പരീക്ഷ ഇട്ട് കഴിയുമ്പോൾ ചിലർ മുഴുവൻ മാർക്ക് വാങ്ങിക്കും, ചിലർ അതിൽ നിന്ന് മുകളിൽ താഴേക്ക് വരും, ചിലർക്ക് കാര്യമായിട്ട് മാർക്കൊന്നും കിട്ടിയില്ല. ഒരേ വിഷയം ഒരേ അധ്യാപകൻ ഒരേ രീതിയിൽ പഠിപ്പിക്കുന്നു, പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഗ്രഹിക്കാനും മാർക്ക് വാങ്ങിക്കാനും അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാനും സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വളർച്ചയിൽ 4 കാലഘട്ടങ്ങളുണ്ട്. ഈ 4 കാലഘട്ടത്തിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ, കുറവ് സംഭവിച്ചാൽ, അപാകത സംഭവിച്ചാൽ, പരാജയം സംഭവിച്ചാൽ, നഷ്ടം സംഭവിച്ചാൽ, ഇതെല്ലാം എവിടെ ബാധിക്കും? സ്വഭാവത്തിൽ ബാധിക്കും. ഈ സ്വഭാവത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതിനെയാണ് സ്വഭാവത്തിൻ്റെ വൈകല്യം എന്ന് പറയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വഭാവത്തിൻ്റെ വൈകല്യം എന്താണെന്നറിഞ്ഞാൽ ആ വൈകല്യം മാറ്റാൻ അതിന് ഇടയായി തീർന്നത് ഏത് കാലഘട്ടത്തിലെ മുറിവാണോ ആ മുറിവ് സുഖം പ്രാപിക്കണം. അതായത് 18 മാസം കൊണ്ട് കായ്ക്കേണ്ട തെങ്ങ് 3 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ കായുണ്ടായില്ല. തെങ്ങിൻ്റെ കുഴപ്പമല്ല, വിത്തിൻ്റെ കുഴപ്പമല്ല, മറിച്ച് അത് നട്ട സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്. ആ സ്ഥലത്തിന് ഈ തെങ്ങിന് അതിൻ്റെ ഗുണം പോലെ ഫലം പുറപ്പെടുവിക്കുവാൻ ആവശ്യമായിട്ടുള്ള വളർച്ച നൽകുന്ന മണ്ണായിരുന്നില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിനെ 4 കാലഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഈ 4 കാലഘട്ടത്തിൽ എവിടെയാണോ എൻ്റെ മനസ്സ് മുറിവേറ്റത് അതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിഞ്ഞിട്ട്, കർത്താവേ, എൻ്റെ ഈ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സ് മുറിവേറ്റിട്ടുണ്ട്, ആ മുറിവേറ്റ തലങ്ങളിലേക്ക് അവിടുത്തെ വചനത്തിൻ്റെ ശക്തി അങ്ങ് അയക്കണം. അവിടുത്തെ വചനത്തിൻ്റെ ശക്തി അങ്ങ് അയക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിനേറ്റ മുറിവിനെ സുഖപ്പെടുത്തും. അപ്പം ഞാൻ പറയുകയാണ്, ഏതൊക്കെയാണ് ഈ 4 കാലഘട്ടം? അതിലെ 1-ാമത്തെ കാലഘട്ടമാണ് രൂപപ്പെടുന്ന കാലഘട്ടം. രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് ഒരു കുഞ്ഞ് വേണം, ഒരു കുഞ്ഞ് ജനിക്കണം. എന്ത് വേണം? ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ
ശാരീരികമായ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കണം. ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിറവിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കർത്താവ് നൽകിയിരിക്കുന്ന കഴിവുകളിലെ ഏറ്റവും പരിശുദ്ധമായ ലൈംഗികത എന്ന കഴിവ്, ഈ ലൈംഗികത എന്ന കഴിവ് ഭാര്യയ്ക്കും ഭർത്താവിനും അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹത്തിൻ്റെ അടയാളമാണെങ്കിൽ അവർ ഈ സ്നേഹത്തിൻ്റെ അടയാളമായ ലൈംഗികത സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി മാറുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം ഒരു കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രോസസ്സുണ്ട് എന്ന് പറഞ്ഞാൽ, ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന സ്നേഹത്തിൻ്റെ അടയാളത്തെ സ്നേഹത്തിന് പ്രവർത്തിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഭാര്യയും ഭർത്താവും ഇത് പരസ്പരം സ്നേഹത്തിൽ സമർപ്പിക്കുമ്പോൾ അത് സ്നേഹത്തിന് പ്രവൃത്തിയായി. എന്നാൽ അതേ കാര്യം ഒരു പുറത്തുള്ള ഒരു പുരുഷനും സ്ത്രീയും ചെയ്താൽ അത് പാപത്തിൻ്റെ പ്രവൃത്തിയാവും. സ്നേഹത്തിൻ്റെ പ്രവൃത്തി പാപത്തിൻ്റെ പ്രവൃത്തിയാക്കി മാറ്റിയാൽ അവിടെ ഏറ്റവും കൂടുതൽ പൈശാചികമായ ശക്തി കടന്നു വരും. എന്നാൽ ഭാര്യയും ഭർത്താവും ഈ സ്നേഹത്തിൻ്റെ അവയവത്തെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാക്കി മാറ്റുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്നറിഞ്ഞു. അങ്ങനെ രൂപപ്പെടുന്ന കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മനസ്സ് സ്നേഹത്തിൽ രൂപപ്പെട്ട മനസ്സായി. പ്രൈസ് ദി ലോർഡ്. ഇനി സ്നേഹത്തിലല്ല. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ഭാര്യയും ഭർത്താവും ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. ജഡികമായ സുഖത്തിന് വേണ്ടി സമർപ്പിച്ചു. ആ സമർപ്പണത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടാൽ അങ്ങനെ രൂപപ്പെടുന്ന കുഞ്ഞ് ജഡത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞെന്ന് പറയും. അപ്പം ജഡത്തിലാണ് രൂപപ്പെട്ടതെങ്കിൽ അവിടെ ഒരു കുറവ് വരുന്നുണ്ട്. ആ കുറവാണ് സ്നേഹത്തിൻ്റെ കുറവ്. ആ സ്നേഹത്തിൻ്റെ കുറവ് എന്താക്കി മാറ്റും? ആ സ്നേഹത്തിൻ്റെ കുറവ് മനസ്സിനെ ഒരു മുറിവാക്കി മാറ്റും. ഈ മുറിവിൽ നിന്നാണ് ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് വളരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ രൂപപ്പെട്ട കാലഘട്ടത്തിൽ അപ്പനും അമ്മയും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, തോന്നിച്ചില്ല. ഇതിൻ്റെ പൂർണ്ണതയിലല്ല സമർപ്പിച്ചത്. ആ സമർപ്പിച്ചതെങ്കിൽ കുറവ് വന്നു. ആ കുറവ് മനസ്സിൽ മുറിവായി തീർന്നു. അപ്പോൾ എന്തു ചെയ്യും? ഈ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, സ്നേഹത്തിലല്ല സമർപ്പിച്ചത് എന്ന് ഒരു കുഞ്ഞറിയുവാണെങ്കിൽ, ഇനി അതല്ല കുഞ്ഞപ്പനോടും അമ്മയും ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ സ്നേഹത്തിലാണോ രൂപപ്പെട്ടത് എന്നുള്ളത്. മറിച്ച് എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഇന്ന് ഏതെങ്കിലും വിട്ടുമാറാത്ത വൈകല്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ഈശോയെ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടതായ നാളുകളിൽ, കാലഘട്ടത്തിൽ അവിടെ എൻ്റെ അപ്പനും അമ്മയും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഏതെങ്കിലും കുറവെന്നെങ്കിൽ ആ കുറവ് ഞാൻ രൂപപ്പെട്ടതായ നാളുകളിൽ എൻ്റെ മനസ്സിൽ മുറിവായി തീർന്നെങ്കിൽ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് രൂപപ്പെട്ട ഈശോയെ, ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിനേറ്റ മുറിവുകളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അന്ന് സംഭവിച്ച സ്നേഹത്തിൻ്റെ കുറവ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ എനിക്ക് ഈശോ സ്നേഹം ഒഴുക്കി ആ കുറവിനെ ഈശോ പരിഹരിക്കും. അതാണ് ഞാൻ മുറിവുകളെ ഏറ്റെടുക്കുകയും മുറിവുകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ, ഒപ്പം അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വചനം അർത്ഥമാക്കി തരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം?
ഇന്നത്തെ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുമാറാത്ത വൈകല്യമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ജഡിക മേഖലകളിൽ പാപത്തിലേക്ക് നയിക്കുന്നു. എൻ്റെ ജഡത്തിൻ്റെ ആസക്തി എന്നെ പല രീതിയിൽ തെറ്റിലേക്ക് പാപത്തിലേക്ക് നയിക്കുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ജഡിക മേഖലയിൽ എവിടെയോ എന്നിൽ ഈ വിട്ടുമാറാത്ത പാപത്തിൻ്റെ കാരണം മനസ്സിലേറ്റ മുറിവാണോ? അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട കാലഘട്ടത്തിൽ നാളുകളിൽ ഏതെങ്കിലും വിധത്തിൽ സ്നേഹത്തിൻ്റെ കുറവ് മൂലം ജഡത്തിൻ്റെതായൊരു കടന്നുവരവ് അവിടെ കൂടുതലായിട്ടുണ്ടായെങ്കിൽ ഈശോയെ ആ മേഖലയിൽ നീ എനിക്ക് സൗഖ്യം തരണേ. അപ്പോൾ നമുക്കെന്ത് ചെയ്യും? മനസ്സ് രൂപപ്പെട്ടതായ ആദ്യ കാലഘട്ടം, അതാണ് രൂപപ്പെടുന്ന കാലഘട്ടം, ആ രൂപപ്പെട്ട കാലഘട്ടത്തിൽ മനസ്സിൻ്റെ മുറിവുകൾക്ക് ഈശോ സൗഖ്യം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ മനസ്സിലാക്കണം, ഇന്നത്തെ എൻ്റെ സ്വഭാവത്തിൽ പല വിധത്തിലുള്ള ആസക്തി, അത് കണ്ണുകളുടെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ദുശീലത്തിൻ്റെ ആസക്തി, അതുപോലെ തന്നെ സമ്പത്തിനോടുള്ള ആസക്തി, സ്ഥാനമാനത്തോടുള്ള ആസക്തി, പണത്തോടുള്ള ആസക്തി, ചില ഭക്ഷണ സാധനങ്ങളുടെ ആസക്തി, നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹമാണ് ആസക്തി. എവിടെ ഏത് കാര്യത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഗ്രഹമുണ്ടോ, ഈ ആഗ്രഹം എന്നിൽ ആസക്തിയായി കിടപ്പുണ്ടോ, ഈ ആസക്തിക്ക് ഞാൻ രൂപപ്പെട്ട നാളുകളിൽ എൻ്റെ മനസ്സിനേറ്റ മുറിവാണെങ്കിൽ, എങ്ങനെ മുറിവേറ്റു? സ്നേഹത്തിൻ്റെ കുറവ്. ആ സ്നേഹത്തിൻ്റെ കുറവ് ഒരു മുറിവായി തീർന്നെങ്കിൽ, ആ മുറിവാണ് എൻ്റെ ഇന്നത്തെ സ്വഭാവത്തിലെ വൈകല്യത്തിന് കാരണമെങ്കിൽ, ഈശോയെ ആ മുറിവിനെ നീ ഏറ്റെടുത്ത് സൗഖ്യം നൽകണേ. ഇതാണ് ആദ്യ കാലഘട്ടത്തിൽ മനസ്സിലേറ്റ മുറിവുകളെ തിരിച്ചറിഞ്ഞ് യേശുവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാലഘട്ടം, അതാണ് അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന കാലഘട്ടം. അത് 9 മാസം 9 ദിവസം, ഒരു പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത് ഈ 9 മാസം 9 ദിവസമാണ്. ഈ നാളുകളിൽ എങ്ങനെയാണ് മനസ്സിനെ മുറിവേൽക്കുന്നത്? അതായത് അമ്മ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ആ സ്നേഹത്തിലല്ല സമർപ്പിച്ചത്, അപ്രതീക്ഷിതമായാണ്. എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാത്ത സമയത്തെ ഗർഭധാരണം. ഈ ആഗ്രഹിക്കാത്ത സമയത്തെ ഗർഭധാരണം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സ് മുറിവേൽക്കാൻ ആദ്യത്തെ കാരണം. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഗർഭധാരണം. പിന്നെ അങ്ങോട്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണോ സ്വീകരിക്കണോ, അങ്ങനെ വ്യത്യസ്തമായ ചിന്താഗതിയിലൂടെ അമ്മയുടെ മനസ്സ് കടന്നു പോകുമ്പോൾ ഈ അമ്മയുടെ മനസ്സിൽ കുഞ്ഞ് ഉദരത്തിൽ വളർന്നതായ കാലഘട്ടത്തിൽ ഏതെല്ലാം സംഘർഷങ്ങളുണ്ടായോ, ഈ സംഘർഷങ്ങൾ ഓരോന്നും എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളും തോന്നലുകളും ആഗ്രഹങ്ങളും എന്തെല്ലാം അമ്മയുടെ മനസ്സിലുണ്ടായോ, ഈ അമ്മയുടെ മനസ്സിലുണ്ടായത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കിടക്കുന്ന സ്പോഞ്ച് അല്ലെങ്കിൽ പഞ്ഞി എങ്ങനെയാണോ വെള്ളം വലിച്ചെടുക്കുന്നത്, ഇതുപോലെ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കാലഘട്ടത്തിൽ ഗർഭസ്ഥ ശിശു ഈ അമ്മയിലെ വ്യത്യസ്തമായ മാനസിക സംഘർഷങ്ങൾ മുഴുവൻ വലിച്ചെടുക്കും. അങ്ങനെ സ്വീകരിക്കുന്ന വഴിയായിട്ട് ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് മാനസികമായിട്ട് മുറിവേൽക്കുന്ന അവസ്ഥയിലാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തതാണ് എന്ത്? ഈ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഗർഭധാരണം. രണ്ടാമത്തത്, ഈ ഗർഭത്തിലായിരിക്കുന്ന ശിശു, ആ ശിശു അമ്മയുടെ ഗർഭത്തിൽ വളരുമ്പോൾ അപ്പനും അമ്മയും നിരന്തരമായിട്ടുള്ള വഴക്കാണ്, സംഘർഷമാണെന്നും. ഈ അപ്പനും അമ്മയും തമ്മിലുള്ള മാനസിക സംഘർഷം, നിരന്തരമായ വഴക്ക്, ഈ നിരന്തരമായ വഴക്ക് അമ്മയുടെ കുഞ്ഞിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, അമ്മയുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ആ സംഘർഷങ്ങൾ ഓരോന്നും എന്തായി മാറും? മുറിവായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ കാരണം, അതായത് കുടുംബത്തിൽ കടുത്ത ദാരിദ്ര്യം വിചാരിക്കും, പട്ടിണി. ഈ പട്ടിണിയുടെ നാളുകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നതെങ്കിൽ ആ അമ്മയ്ക്ക് അനുഭവപ്പെടുന്ന ദാരിദ്ര്യം, പട്ടിണി അതേപോലെ ഈ കുഞ്ഞിൽ അതിൻ്റെ തിക്താനുഭവം വളരാൻ ഇടയായിത്തീരും. ഇനി നാലാമത്തെ കാരണം, അമ്മയ്ക്ക് ആ നാളുകളിൽ വിട്ടുമാറാത്ത പല വിധത്തിലുള്ള ശാരീരിക രോഗം, ഒന്നിനു പുറകെ ഒന്നായിട്ട് രോഗബാധിതമായ
ശരീരമാണ് അമ്മയുടേതെങ്കിൽ അങ്ങനെയുള്ള ശരീരത്തിലെ ഉദരത്തിലാണ് ഈ കുഞ്ഞ് വളരുന്നതെങ്കിൽ ആ കുഞ്ഞിൽ അതിൻ്റെതായ തിക്താനുഭവം ഉണ്ടാവും. അഞ്ചാമത്തെ കാര്യം, ഈ അമ്മയുടെ ആ കുഞ്ഞിനെ ഗർഭത്തിലായിരുന്ന കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ, കാരണങ്ങൾ, ഇതെല്ലാം അമ്മയിൽ സംഭവിച്ചെങ്കിൽ ആ സംഭവിച്ചത് കുഞ്ഞിൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തും. ആ മുറിവ് പിന്നീട് അത് ഭയമായി, പല വിധത്തിലുള്ള വിട്ടുമാറാത്ത ദുഃഖമായി, വേദനയായി എല്ലാം മാറും. അപ്പോൾ രണ്ടാമത്തെ കാലഘട്ടം അതാണ് അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അമ്മയിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള മുറിവ് ആ കുഞ്ഞിൻ്റെ മനസ്സിലേറ്റാൽ എങ്ങനെ സൗഖ്യം പ്രാപിക്കും? സൗഖ്യം പ്രാപിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, മുറിവുകളെ ഏറ്റെടുക്കുകയും മുറിവുകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട് വളർന്ന ഈശോയെ, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യ സ്ത്രീയെ തിരഞ്ഞെടുക്കുകയും മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട് വളരുകയും ചെയ്തത്? അതിൻ്റെ കാരണം, മനുഷ്യരായ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യർ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ ഏതെല്ലാം കുറവുകൾ, ആ കുറവുകൾ മുറിവാകുന്നോ, ഏതെല്ലാം സ്നേഹത്തിൻ്റെ പ്രവൃത്തിക്ക് പോരായ്മ വരുന്നോ, അത് മുഴുവൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനെ മുഴുവൻ ഏറ്റെടുത്ത് അതിനെ സൗഖ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ കാലഘട്ടത്തിലൂടെ ഈ അവസ്ഥയിലൂടെ കടന്നുപോയത്. അപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നുപോയതിന് വേണ്ടിയിട്ടാണ്, ഈ അവസ്ഥയിലൂടെ കടന്നുപോയത് മനുഷ്യനായ നമുക്ക് ഈ കടന്നുപോയ അവസ്ഥയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളോ മുറിവുകളോ സംഭവിച്ചെങ്കിൽ അത് മുഴുവൻ യേശു ഏറ്റെടുത്തിട്ട് നമ്മെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ പൂർണ്ണത? സ്വഭാവത്തിൻ്റെ പൂർണ്ണത. സ്വഭാവത്തിൽ വൈകല്യങ്ങളുണ്ടെങ്കിൽ ഈ വൈകല്യങ്ങൾ മുഴുവൻ മാറ്റാനായിട്ട് ഈശോയ്ക്ക് സാധിക്കണമെങ്കിൽ ഈ വൈകല്യം വന്നതായ കാരണത്തിലേക്ക് കടന്നു ചെല്ലണം. ഈ കാരണത്തെ എടുത്തു മാറ്റുമ്പോഴാണ് അത് സൗഖ്യമായി മാറുന്നത്. ഇനി മൂന്നാമത്തെ കാലഘട്ടം, ആ മൂന്നാമത്തെ കാലഘട്ടമാണ് ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം. ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന കുഞ്ഞിനെ ഈ ഭൂമിയിൽ പിറന്നു വീണു. അപ്പം മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലായിരുന്ന യേശു പിറന്നു വീണത് മറിയം വിരിച്ച കീറത്തുണിയിലാണ്. ഈ കീറത്തുണി അല്ലെ പിള്ളക്കച്ച അതൊരു പ്രതീകമാണ്. എന്ത് പ്രതീകമാണ്? അതായത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 1 രൂപപ്പെട്ട കാലഘട്ടത്തിൽ, 2 ഗർഭത്തിലായിരുന്ന കാലഘട്ടത്തിൽ, 3 ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ കാലഘട്ടം, അതാണ് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം. ഈ 3 കാലഘട്ടത്തിൽ എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകൾ സംഭവിച്ചെങ്കിൽ, എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടതായ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തി, സ്നേഹത്തിൻ്റെ ഇടപെടൽ, അതിൽ കുറവ് സംഭവിച്ചെങ്കിൽ ആ കുറവ് സംഭവിച്ചതിൻ്റെ മുഴുവൻ പ്രതീകമാണ് മറിയം വിരിച്ച കീറത്തുണി, സകലത്തിൻ്റെയും പ്രതീകം. അപ്പം എൻ്റെ ഓർമ്മിക്കാൻ സാധിക്കാത്തതായ കാലഘട്ടത്തിൽ, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട കാലഘട്ടം, ഗർഭത്തിലായിരുന്ന കാലഘട്ടം, പിറന്നു വീണ കാലഘട്ടം ഓർക്കാൻ സാധിക്കില്ല. ഈ ഓർക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ ഏതെങ്കിലും മുറിവുകൾ സംഭവിച്ചെങ്കിൽ, കുറവുകൾ സംഭവിച്ചെങ്കിൽ, ഇതാ മറിയം വിരിച്ച കീറത്തുണി. ആ കീറത്തുണി എനിക്ക് സംഭവിച്ച സകല കുറവുകളുടെയും സകല മുറിവുകളുടെയും പ്രതീകമാണ്. അവിടെയാണ് ഈശോ വന്ന് പറക്കുന്നത്. അവിടെ ഈശോ വന്ന് പറക്കുന്നത് പറഞ്ഞാൽ എൻ്റെ മുറിവുകളും കുറവുകളും എല്ലാം അവൻ ഏറ്റെടുത്ത് എനിക്ക് സൗഖ്യം നൽകും എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ആർക്കും, നമ്മൾ ജനിച്ച വർഷം അറിയത്തില്ല, ദിവസം അറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, സമയം അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ എങ്ങനെയായി? നിന്റെ ബർത്ത്ഡേ എന്നുള്ളത് ജനിച്ച ദിവസം നിന്ന് ഒന്നുമില്ല നിൻ്റെ അപ്പനോ അമ്മയോ പറഞ്ഞു തന്നതാ, നിന്നെ ഒരിക്കലും പറഞ്ഞിട്ടല്ല. അപ്പം നിനക്ക് ഓർമ്മിക്കാൻ സാധിക്കാത്ത ആ കാലഘട്ടത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കുറവുകളോ മുറിവുകളോ സംഭവിച്ചോ അത് മുഴുവൻ ഞാൻ ഓർക്കണം, ഈശോ ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ അടയാളമാണ് മറിയം വിരിച്ച കീറത്തുണിയിൽ ദൈവപുത്രൻ പിറന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പം പിന്നെ നമ്മൾ ആ രൂപപ്പെട്ട കാലഘട്ടം, ഗർഭത്തിലായിരുന്ന കാലഘട്ടം, ജനിച്ച കാലഘട്ടം, അവിടെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ആ ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ എൻ്റെ ശൈശവ നാളുകളിൽ ആഗ്രഹിച്ചതായ അപ്പനെന്നും അമ്മയെന്നും സ്നേഹം കിട്ടിയില്ല, സ്നേഹചുംബനം, സ്നേഹതലോടൽ, സ്നേഹപരിലാളനം, ഇതെന്തെല്ലാം കുറവെന്നോ ആ കുറവെന്നെല്ലാം മനസ്സിൽ മുറിവായി തീർന്നിട്ടുണ്ട്. പക്ഷേ
ആ മുറിവുകളെല്ലാം ഈശോ ഏറ്റെടുത്ത് സൗഖ്യമാക്കി മാറ്റും. സൗഖ്യമാക്കി മാറ്റുമ്പോൾ എൻ്റെ ഇന്നത്തെ സ്വഭാവത്തിൽ വൈകല്യം മാറും. ഇനി 4ാമത്തെ കാലഘട്ടമാണ് ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടം. ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരു വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, ഈ 3 വയസ്സ് വരെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ 4 വയസ്സ് മുതൽ മുമ്പോട്ടുള്ള വയസ്സുകളിൽ ചില കാര്യങ്ങളെല്ലാം എനിക്ക് ഓർക്കാൻ സാധിക്കും. എന്നാൽ ഓർമ്മിക്കാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവിച്ചതായ ഈ മുറിവുകൾ അബോധ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ മനസ്സ്, ബോധമനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ്. അപ്പോൾ എല്ലാ കാര്യം, അതായത് ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും, എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അബോധ മനസ്സിൽ കിടപ്പെട്ടു. ഈ അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ മുറിപ്പെടുത്തിയതാണെങ്കിൽ അത് എൻ്റെ സ്വഭാവത്തിൽ പലവിധത്തിൽ വൈകല്യങ്ങളായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്ന കാലഘട്ടം, അതാണ് നമുക്കിപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടം. ഈ ഓർമ്മിക്കാൻ സാധിക്കുന്നതായ കാലഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തികളിലൂടെ, 1, 2 വാക്കുകളിലൂടെ, 3 സംഭവങ്ങളിലൂടെ, 4 സാഹചര്യങ്ങളിലൂടെ, 5 ഇതെല്ലാം ഓർമ്മയിൽ കിടപ്പുണ്ട്. ഈ കിടക്കുന്നതായ കാര്യങ്ങളെ മുഴുവൻ ഈശോ ഏറ്റെടുത്ത് സൗഖ്യം നൽകും. അതാണ് ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ്. 1, 2 അവിടുന്ന് തൻ്റെ വചനമയച്ച് ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തും. അപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ഇന്ന് ഏതെല്ലാം വൈകല്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സ്വഭാവ ഗുണമുള്ള വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്നു. എങ്ങനെ? ഇന്നത്തെ എൻ്റെ സ്വഭാവത്തിൽ ഏതെല്ലാം വൈകല്യങ്ങളും കുറവുകളും പോരായ്മയുണ്ടോ ആ പോരായ്മയ്ക്ക് കാരണമായി തീർന്ന ഏത് കാലഘട്ടമാണോ ആ കാലഘട്ടത്തിലെ മനസ്സിൻ്റെ മുറിവ് ഈശോ ഏറ്റെടുത്ത് സൗഖ്യം നൽകുന്ന വഴി. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നമ്മുടെയൊക്കെ മനസ്സ് കടന്നു പോകുന്ന 4 കാലഘട്ടങ്ങളുണ്ട്. മനസ്സിൻ്റെ 3 തലങ്ങളുണ്ട്. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഇതിൽ അബോധ മനസ്സിൻ്റെ തലങ്ങളിൽ രൂപപ്പെടുന്ന അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം, ഇന്ന് ഞാനായിരിക്കുന്ന ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം, ഇവിടെ എവിടെയെങ്കിലും എൻ്റെ മനസ്സ് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ കുറവാണ് മുറിവായി മാറുന്നത്. ഈ സ്നേഹത്തിൻ്റെ കുറവ് മുറിവായി മാറിയെങ്കിൽ സ്നേഹം തന്നെയായ കർത്താവ് ആ മുറിവുകളെ ഏറ്റെടുത്ത് സൗഖ്യം നൽകുന്നു. ഈശോയെ, ഞാൻ മനസ്സിന് മുറിവേറ്റ വ്യക്തിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എൻ്റെ സ്വഭാവത്തിൽ ഇന്ന് മറ്റുള്ളവരിഷ്ടപ്പെടാത്ത, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകതകൾ ഓരോന്നും എൻ്റെ സ്വഭാവത്തിലെ വൈകല്യമാണ്. അത് മാറാൻ അതിനിടയായി തീർന്ന എൻ്റെ മനസ്സിൻ്റെ ഏത് കാലഘട്ടത്തിലാണോ മനസ്സ് മുറിവേറ്റത് ആ മുറിവേറ്റ മനസ്സിൻ്റെ മുറിവുകളെ ഈശോയെ നീ തൊടണമേ, ഈശോയെ നീ സ്പർശിക്കണമേ, ഈശോയെ നീ സുഖപ്പെടുത്തണമേ. അങ്ങനെ എന്നെ ദൈവീക സ്വഭാവമുള്ള നന്മയുടെ നിറവുള്ള ഒരു വ്യക്തിയാക്കി, സ്വഭാവ ഗുണമുള്ള വ്യക്തിയാക്കി എന്നെ നീ മാറ്റണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആമേൻ.